ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങുന്നു. അന്ന് 1 ലക്ഷം രൂപയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇൻമേഗ് എന്ന് പറയുന്ന ഈ പറഞ്ഞ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഹാജർ മാനേജ്മെന്റിന് ക്ലൗഡ് ബേസ്ഡ് സംവിധാനമുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകുന്നു. അതിനുശേഷം അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ കമ്പനി മുന്നോട്ടേക്ക് പോകുന്നു. 16-ൽ ഇടത് സർക്കാർ വരുന്നു. തൊട്ടു പിന്നാലെ CMRലുമായി കരാറുണ്ടാകുമ്പോഴേക്കും എക്സാലോജിക് എന്ന് പറയുന്ന ആ കമ്പനിയുടെ വരുമാനവും ഈ പറയുന്ന കമ്പനിയുടെ സാമ്പത്തിക നട്ടലും കൂടുതൽ ബലപ്പെടുന്നുണ്ട്. ഇഡിയുടെ കണ്ടെത്തൽ തന്നെ പറയുമ്പോൾ ഈ എക്സാലോജിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം CMRൽ മാത്രമായിരുന്നു. അതിനൊരു സേവനവും നൽകിയിട്ടില്ല എന്നാണല്ലോ SFIയുടെ ഒക്കെ കണ്ടെത്തൽ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒക്കെ കണ്ടെത്തൽ. അപ്പോൾ ആ കമ്പനിയുടെ എക്സാലോജിക് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഏറ്റവും പ്രധാനമായ റവന്യൂ എന്ന ഇഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എക്സാലോജിക് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അറോസ് ഫ്രം കോൺട്രാക്ട്സ് വിത്ത് CMRL which contributed in a major way to Exalogic revenues, particularly between financial year 17-18 and 18-19 എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സേവനം ചെയ്തു എന്ന ചോദ്യം ഉറപ്പായും ED വീണയോട് ചോദിക്കും. വീണയ്ക്ക് അതിൽ AMCക്ക് അപ്പുറം കൺവിൻസിംഗ് മറുപടി കൊടുക്കേണ്ടിയും വരും. വിഷ്ണു, ഹാഷ്മി, ഇതേ ചോദ്യം നേരത്തെ SFIO ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഘട്ടത്തിൽ വീണയോട് ചോദിക്കുകയും വീണ അത്തരത്തിൽ ഒരു സേവനത്തിന്റെ കാര്യങ്ങളിൽ മറുപടി വ്യക്തതയില്ല എന്ന് SFIO റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയൊക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ED ചോദിക്കുന്നത്. പക്ഷേ പിന്നീട് വീണ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. താൻ അത്തരത്തിലൊരു മറുപടി നൽകിയിട്ടില്ല എന്നും സേവനം നൽകിയിട്ടുണ്ട് എന്ന് പിന്നീട് അത്തരത്തിൽ വീണയുടെ ഭാഗത്ത് പ്രതികരണമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയാനുള്ളത് ഒന്ന്, ഈ എന്ത് സേവനം നൽകി CMRലിന് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി എന്ത് സേവനമാണ് നൽകിയത്, ആ സേവനത്തിന് ഈ 2.78 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ അതിന് ഒതുങ്ങുന്ന ഒരു സേവനമാണോ നൽകിയത്? അതോടൊപ്പം തന്നെ ഈ ലഭിച്ച പണം അത് എവിടെ വിനിയോഗിച്ചു, എന്തിന് വിനിയോഗിച്ചു, ഒപ്പം ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ, അതോടൊപ്പം തന്നെ ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് EDയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് എക്സാലോജിക്കിന്റെ 80% ഓഫ് സോഴ്സ് എന്ന് പറയുന്നത്, ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് CMRൽ നിന്ന് ലഭിച്ചിട്ടുള്ള വരുമാനമാണ്. അപ്പോൾ അത്തരത്തിൽ വരുമാനം ലഭ്യമാക്കാൻ എന്ത് സേവനം നൽകി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ SFIയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ED ഈ കേസിൽ അന്വേഷണം നടത്തിയത്. SFIയുടെ മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെയും കണ്ടെത്തലുണ്ടായിരുന്നു. SFIO കണ്ടെത്തലിൽ പ്രധാനമായും 447 വകുപ്പ് പ്രകാരം 11-ാം പ്രതിയാക്കിയാണ് SFIO കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, CMRൽ നിന്ന് ലഭിച്ച പണം വീണ തന്റെ വ്യക്തിഗത ബാധ്യതകൾ തീർക്കാൻ വേണ്ടി വകമാറ്റിയെന്നും പ്രത്യേകിച്ച് CMRൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനത്തോടുള്ള കടബാധ്യതകൾ തീർക്കാനായാണ് ഈ പണം ഉപയോഗിച്ചത്. പൊതുജന പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുടെ ഫണ്ട് ഇങ്ങനെ ചെലവഴിച്ചതോടെ CMRലിന് സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഈ കമ്പനി ഈ SFIOയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. സ്വാഭാവികമായും അത് EDയുടെ അന്വേഷണ പരിധിയിലേക്ക് ഷെഡ്യൂൾ 447 പ്രകാരം വരുന്നു. അങ്ങനെ ED കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു. ആ അന്വേഷണമാണ് ഇപ്പോൾ വീണയുടെ ചോദ്യം ചെയ്യലിൽ എത്തി നിൽക്കുന്നത്. മറ്റൊരു വശം കൂടി നമ്മൾ ഇതിന്റെ കണ്ടുപോകേണ്ടത്, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച കാര്യമാണ്, വീണക്കെതിരെ വിജിലൻസ് അന്വേഷണം, എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അതിൽ അഴിമതി നിരോധന നിയമം നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തിയും ഫയൽ ചെയ്ത അന്യായമാണ്. ആദ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ആ ഹർജി ഫയൽ ചെയ്തിരുന്നു. അവിടെ നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വരെ പോയെങ്കിലും അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു കടലാസിന്റെ കഷ്ണം പോലും ഇല്ലാതെ എന്തിന് കോടതിയിലേക്ക് എത്തി എന്ന വിമർശനം മാത്യു കുഴൽനാടന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ED അന്വേഷിക്കുന്നത് ഇത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസല്ല, മറിച്ച് PMLA ആക്ട് പ്രകാരം 50 പ്രകാരമാണ് ഇപ്പോൾ വീണയെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അതിന്റെ ഷെഡ്യൂൾ 3 പ്രകാരമുള്ള വിശദമായ അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുള്ളത്. ഈ 182 കോടി രൂപയാണ് ഇൻകം ടാക്സ് കണ്ടെത്തിയത് ഈ CMRL എന്ന കമ്പനിയിൽ ക്രമക്കേട് സംഭവിച്ചു എന്നുള്ളത്. ആ ക്രമക്കേട് സംഭവിച്ചു എന്ന് പറയുന്നത് 182 കോടി രൂപയിൽ നിന്ന് ഏകദേശം 95 കോടി രൂപയോളം പല ആളുകൾക്ക്, വ്യക്തികൾക്ക്, ആ ഡയറി നമ്മൾ കണ്ടതാണ്, PVയുടെയും OCയുടെയും RCയുടെയും ഒക്കെ പേരുള്ള ആ ഡയറി നമ്മൾ കണ്ടതാണ്. അത്തരം ആളുകൾക്കും അതോടൊപ്പം തന്നെ ഈ കമ്പനിക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ററിം സെറ്റിൽമെന്റിന് മുമ്പാകെ ശശിധരൻ കർത്ത അടക്കം നൽകിയിട്ടുള്ള മൊഴി. അത് ആ ഘട്ടത്തിലാണ് വീണ പറഞ്ഞത് തനിക്ക് ലഭിച്ച പണം അത് തന്റെ കമ്പനി ഇവർക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ, പക്ഷേ സേവനങ്ങൾ എന്താണെന്ന് പരതി നോക്കിയെങ്കിലും ആദായ നികുതി വകുപ്പിനും SFIOയ്ക്കും കമ്പനി വോക്കലായി വികാലം അത്രയും നിന്നത്. ഏറ്റവും ഒടുവിൽ അത് ഉണ്ടായില്ലെങ്കിൽ കൂടി, പക്ഷേ അദ്ദേഹത്തിന് പോലും എന്താണ് സേവനം എന്ന് പറയാൻ ഈ പറഞ്ഞ ചർച്ചയിൽ വരുന്ന ആർക്കും ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാര്യം അത് പറയേണ്ടത് വീണയും എക്സാലോജിക്കുമാണ്. അതിനപ്പുറമുള്ള ചില ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.